സ്കൂൾ വിട്ട് വിശന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെയുള്ളൊരു ഗോതമ്പപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 1 കപ്പ് അളവിൽ ശർക്കര ഒരു പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിക്കഴിഞ്ഞാൽ ഒരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ഒരു നുള്ള് ഉപ്പും നമ്മുടെ ഈ ഒരു അപ്പം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്കിതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഇഡ്ലി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് കുഞ്ഞു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു മാവൊന്ന് കോരി ഒഴിച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഗോതമ്പ് അപ്പം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.